കിനാവ് പോലെ മനമറിയാതെ പാറിയൻ മനസരസോരം പ്രണയനിലാക്കിളി നീ ശഹാന പാടി പഞ്ചവർണ്ണ കിളിവാലൻ തളിവെറ്റില തിന്നിട്ടോ തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് കൊടുത്തപ്പോൾ മുല്ലമലരമ്പു കൊണ്ട് ചുണ്ട് ചുവന്ന് അമ്പാടിപ്പയ്യുകൾ മേയും കാണാത്തീരത്ത് അനുരാഗം മൂളും തത്തമ്മേ കുഴലൂതും മേഘം മെയ്യിൽ ചായും നേരത്ത് കുളിരും ഒരു കാര്യം ചൊല്ലാമോ നാം തമ്മിലൊന്നു ചേരുമീയാമങ്ങളിൽ അഴകുഴിഞ്ഞും വരമണിഞ്ഞും ഉണരുമെന്നോ വെള്ളിത്തിങ്കൾ പൂകിണ്ണം തുള്ളിത്തൂവും ഉള്ളിനുള്ളിൽ താലോലം താളം തേടും ഒരു രാഗഹംസമോ അനുരാഗവീതിയിൽ മിസ്റ്റർ ഗാർണർ, വാക്കുകൾ വളച്ചടിക്കരുത്. എന്റെ പേര് ഗാർണർ എന്നല്ല. ഓ, ഗാർണർ എന്ന് പറഞ്ഞാൽ തോട്ടക്കാരനാണ് അർത്ഥം. അതറിയില്ലേ? അതെന്റെ തൊഴിലാണ്. എനിക്കൊരു പേരുണ്ട്. എന്റെ അപ്പനും ഇട്ട പേര്. അയ്യോ, അറിഞ്ഞില്ല. എന്താ പേര്? ഉമ്മ. എന്താ? ഉമ്മ. അയ്യോ ചേച്ചി. അയ്യോ, എന്തിനാ ചേച്ചി വിളിക്കുന്നേ? പിന്നെ പട്ടാപ്പകൽ അഭിമാനായ യുവതിയുടെ മുഖത്ത് നോക്കി ഉമ്മ ചോദിച്ചാണോ? അയ്യോ, ക്ലാര എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഉമ്മ ചോദിച്ചതല്ല. അത് ചോദിക്കത്തക്കുള്ളൊരു ബന്ധം നമ്മൾ തമ്മിൽ ഉരുത്തിരിഞ്ഞ് വരട്ടെ, എന്നിട്ട് ചോദിക്കാം. ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ, ഉമ്മച്ചൻ. ഉമ്മന്ന് വിളിക്കും. എന്നാ ഉമ്മൻ അങ്ങ് ചെല്ല. വെള്ളം തലയെ താഴ്ന്ന് ഉമ്മന് തുമ്മല് പിടിക്കാതെ ചെന്ന് കുളിക്കാൻ നോക്ക്. ദേഷ്യത്തിലാണോ? അതെ. നമ്മൾ തമ്മി ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇവിടുത്തെ ഗാർഡനർ, ക്ലാര കുക്ക്. ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ. പോരാത്തതിന് രണ്ടും സത്യക്രിസ്ത്യാനികൾ. യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം. അടുക്കളയും ആരാമവുമായിട്ട് വലിയ അകലൊന്നും ഇല്ലല്ലോ. എന്നുവെച്ചാ? അല്ല, ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ച് ക്ലാരയ്ക്ക് തരുന്നു. പകരം അടുക്കളയിൽ നിന്ന് അവലോസം ഉണ്ടോ ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു. പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കൈമാറ്റം. 100 വെറ്റില 100 തേച്ചു വായാടി തത്തമ്മേ പഴുക്കടയ്ക്കത്തൂണുമെനഞ്ഞോ മലയണ്ണാർ കണ്ണ 100 വെറ്റില 100 തേച്ചു വായാടി തത്തമ്മേ പഴുക്കടയ്ക്കത്തൂണുമെനഞ്ഞോ മലയണ്ണാർ കണ്ണ ഓലക്കുട കയ്യിലെടുത്തോ വെളുത്തവാവേ കയ്യിലെടുത്തോ വെളുത്തവാവേ ഏഴിമലയുടെ 4 കെട്ടിൽ കുടിവെപ്പിനുവായോ കല്യാണത്തുമ്പി കാക്കാലത്തുമ്പി
ഒരു ദിവസം തിരിച്ചു വരുമെന്നറിയായിരുന്നു. അന്ന് പക്ഷേ കൂടെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടാവുമെന്ന് കരുതി. എന്തേ? ശ്രമിച്ചിരുന്നു ഒരു കൂട്ടിനായിട്ട്, എവിടെയും കണ്ടില്ല. ഒരാളെ പോലെ 7 പേരുണ്ടാവും എന്നൊക്കെ പറയുന്ന വെറുതെയാണ്. ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ. വേറൊരു സൂര്യോദയം നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ. എന്തിനു വേറൊരു മധുവസന്തം, എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലില്ലേ. എനിക്ക് പ്രേമിക്കാൻ തോന്നുന്നു. ഓഹോ, ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോ തുടങ്ങിയതാണ് യാസോ. വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് കുളിച്ചാ മതി, എല്ലാം പോവും. എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞതാ, എനിക്ക് പ്രേമിക്കണം തോന്നുന്നു. അയ്യോ, നിന്ന് പ്രേമിച്ചോ? കാല് കഴിക്കുമ്പോ വേണമെങ്കിൽ ഇരുന്ന് കൂടെ പ്രേമിച്ചോ. ഞാൻ പോണു. ഞാൻ പ്രേമിച്ചോട്ടെ? ഓ, പ്രേമിക്കും. ഞാൻ ശരിക്കും പ്രേമിക്കും. പിന്നെന്ത്? പ്രേമിച്ചു കഴിഞ്ഞു. തെങ്ങിനു പൂക്കുല കുറുത്തോലോ ഭംഗിയിണങ്ങിയ കൊരലാരം. തെങ്ങിനു പൂക്കുല കുറുത്തോലോ ഭംഗിയിണങ്ങിയ കൊരലാരം. ചക്കരമാവിലെ തേൻകുരുവി, ഒരു തേൻകുരുവി, അക്കര പച്ചകൾ കണ്ടല്ലോ കണ്ടല്ലോ. ഒരാളുകൂടെ ശേഷിക്കുന്നുണ്ട്, അതുകൂടെ തീർത്തിട്ടേ ഞാൻ പോകൂ. പാതി വഴിയിലിട്ടിട്ട് പോയാൽ എന്നെങ്കിലും എല്ലാം പുറത്തു വരും. പിന്നെ എന്റെ പെങ്ങൾക്കും, പിന്നെ നിനക്കും ഇവിടെ ജീവിക്കാൻ വയ്യണ്ടാവും. ഇപ്പോഴും നീ എന്റെ ആരെല്ലാമോ ആണ്. നിനക്കങ്ങനെ അല്ലെങ്കിലും ഒരു രാഗമേഘം താ, ഒരു രാഗമേഘം താ, കണവായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ, ഒരു രാഗമേഘം താ. ആരെങ്കിലും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ കാശ് പോകുന്ന വഴി കാണുകയില്ല. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് ആര് പറഞ്ഞു? ഉണ്ടോ? പിന്നില്ലാതെ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം. ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ.